ശിവ മുരുക. ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, മുരുകൻ്റെ ഈ ഒരു മന്ത്രം ജപിച്ചാൽ സമ്പത്തും സൗഭാഗ്യവും പെരുമഴ പോലെ ഭഗവാൻ നൽകുമെന്നുള്ളതാണ്. അത് നിലവിളക്ക് തെളിയിക്കുമ്പോൾ നിലവിളക്കിൻ്റെ ഈ പറയുന്ന ദിക്കിലെ ദീപത്തെ നോക്കി ഈ ഒരു വരി മന്ത്രം ജപിച്ചാൽ ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. മാത്രമല്ല, ഭൂമി ഉണ്ടാകാൻ, വീടുണ്ടാകാൻ, കേസ്, വഴക്ക്, ഇതൊക്കെ വിടുതലുണ്ടാകാൻ, സാമ്പത്തികപരമായിട്ട് ഒരു ഐശ്വര്യങ്ങൾ ഉണ്ടാകാൻ, ശത്രുദോഷങ്ങൾ മാറുവാൻ, കാലാകാലങ്ങളായിട്ട് നമ്മളെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുന്ന എല്ലാ കർമ്മദോഷങ്ങളും മാറാൻ, നമ്മളുടെ ചക്രാസ് ശുദ്ധീകരിക്കാൻ, ആ കുണ്ടലിനിയിലൊരു ഉണർവുണ്ടാകാൻ, ആത്മീയമായ അനുഗ്രഹങ്ങൾ കിട്ടാൻ ഒക്കെ ഈ ചെറിയ ഒരു വരി മന്ത്രം നിങ്ങൾ ചൊല്ലി നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഞാനീ പറയുന്ന കാര്യങ്ങൾ പലതും ചെയ്തവർക്കൊക്കെ അത് അനുഭവമാണ്. എല്ലാം നല്ല കാര്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോ പറയുന്നത് മുരുകൻ്റെ ആ അത്ഭുതകരമായ സമ്പത്തും സൗഭാഗ്യവും പെരുമഴ പെയ്യിക്കുന്ന ഒരു വരിയെക്കുറിച്ചാണ്. വളരെ സിമ്പിളാണ്, ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. അപ്പം അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില, ഇതൊക്കെയാണ് ഈ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഇടുക. അത് ഞാൻ ഫ്രീ ആകുമ്പോൾ, എല്ലാവരുടെയും എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഫ്രീ ആകുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന അനുസരിച്ച് ഞാൻ റിപ്ലൈ ചെയ്യും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് കേട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യല്ലേ, ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ മനസ്സിലാക്കുക. ഇത് പറഞ്ഞതേ ഉള്ളൂ. കാരണം എല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, ആ നിലയിൽ പറയുന്നതാണ്. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. മുരുകൻ്റെ ചില മന്ത്രങ്ങൾക്ക് ജീവിതം മാറ്റാനുള്ള ശക്തിയുണ്ട്, ഉറപ്പാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, കാരണം അതുപോലെ അനുഭവമാണ്. മുരുകൻ്റെ ചില മന്ത്രങ്ങൾക്ക് ജീവിതം മാറ്റാൻ അത്ഭുതകരമായ ശക്തിയുണ്ട്. അപ്പം ഞാനീ പറയാൻ പോകുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു വരി മന്ത്രമാണ്. ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മളൊക്കെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കും. ഈ നിലവിളക്കിൻ്റെ വടക്ക് ദിക്കിലെ ദീപത്തെ നോക്കി ഈ മന്ത്രം കയ്യും കാലും മുഖം നിങ്ങൾ നനച്ചിട്ട്, നിങ്ങളുടെ കൈയും കാലും മുഖം കഴുകിയിട്ട് നിലവിളക്കിൻ്റെ വടക്ക് ദിക്കിലെ ദീപത്തെ നോക്കി ഈ മന്ത്രം നിങ്ങൾ ഒരു 3 തവണ ഉരുവിടുക. വേൽ വേൽ മുരുക, വെട്രി വേൽ മുരുക. വെട്രി എന്ന് വെച്ചാൽ വിജയമെന്ന്. ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇത് എഴുതിയിട്ടേക്കാം, അവിടെ നോക്കിയിട്ട് ജപിക്കുക. വേൽ വേൽ മുരുക, വെട്രി വേൽ മുരുക. ഇതൊരു 3 തവണ വാ കൊണ്ട് ഉച്ചരിക്കുക. ഈ മന്ത്രം അത്ഭുതകരമായൊരു മന്ത്രമാണ്. വേൽ വേൽ മുരുക, വെട്രി വേൽ മുരുക. ഈ മന്ത്രത്തിന് കുറേ കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി ഇതല്ലാത്തവരും, നിങ്ങളിപ്പോൾ ഇപ്പം വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരാണ്, അവർക്ക് രാവിലെ റൂമിലൊന്നും വിളക്ക് കത്തിക്കാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ നിങ്ങൾ വടക്ക് ദിക്കിലേക്ക് നോക്കി ഒരു 3 തവണ, അല്ലെങ്കിൽ ഒരു മിനിറ്റ് ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറും. വേൽ വേൽ മുരുക, വെട്രി വേൽ മുരുക. ഇതൊരു 1 മിനിറ്റ് ജപിക്കുക. അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും, യാതൊരു സംശയം വേണ്ട. കാരണം ചില മുരുക മന്ത്രങ്ങൾ ജീവിതം മാറ്റും, അത്ഭുതകരമായിട്ട് മാറ്റും. ഈ മന്ത്രം ജപിച്ചാലുള്ള ഫലം നിങ്ങളുടെ സർവ്വവിധ കർമ്മദോഷങ്ങളും മാറിക്കിട്ടുമെന്നുള്ളതാണ്. കാരണം ഈ മന്ത്രം നിങ്ങളുടെ ചക്രാസിനെ ശുദ്ധീകരിക്കും, നട്ടലിലുള്ള ചക്രാസിനെ ശുദ്ധീകരിക്കും. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഗതം, വിശുദ്ധി, ആജ്ഞ, ചക്രാസിലൊക്കെ ഒരു ശുദ്ധീകരണം നടക്കുമെന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ കർമ്മദോഷങ്ങൾ പെട്ടെന്ന് മാറിക്കിട്ടും. ഈ ചക്രാസിലെ ബ്ലോക്ക് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് സാമ്പത്തിക കടക്കെണികൾ, ദാരിദ്ര്യം, നമ്മൾ ഏർപ്പെടുന്നതിലെല്ലാം പരാജയം, ഇതൊക്കെ ചക്രാസിലെ പല ബ്ലോക്കുകൾ കൊണ്ട് പലപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ചക്രാസിലെ ആ തടസ്സങ്ങൾ മാറുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. എടാ, ഇന്ന കാര്യം കൊണ്ടാണല്ലോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ അനുഭവിച്ച ദുരിതങ്ങൾ മുഴുവൻ എന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഈ ചക്രാസൊക്കെ ശുദ്ധീകരിക്കുകയും ചെയ്യും. മാത്രമല്ല, നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും. നമുക്ക് ശത്രുദോഷം നമ്മളെ ബാധിക്കത്തില്ല. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ കണ്ണേറെ, അല്ലെ കണ്ണും ദോഷം. അതായത് അതിന് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ശക്തിയുള്ളതാണ് ഈ കണ്ണും ദോഷത്തിന്.
അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. ഇപ്പോൾ ഒരു വ്യക്തികൾ മറ്റുള്ള വ്യക്തികൾ ഒരു വ്യക്തിയെ കുറിച്ച് വളരെ ഇതായിട്ട് ചിന്തിക്കുന്നു. അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് ദുർബലമാണെങ്കിൽ, അവർക്ക് പ്രപഞ്ചബോധത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ കണ്ണുദോഷം ബാധിക്കത്തുള്ളൂ. ഇപ്പം ഈശ്വരീയമായ ഒരു ഉപാസനയോ ഒരു ഈശ്വര വിശ്വാസമോ അല്ലെങ്കിൽ ഒരു ദേവതയുടെ ഉപാസനയോ ഒക്കെ ഉള്ളവരെയൊന്നും കണ്ണുദോഷം ബാധിക്കാറില്ല. അപ്പം അല്ലാതെ നമ്മുടെ മൈൻഡ് ഇച്ചിരി വീക്കാന്ന് വിചാരിച്ചു, അപ്പം മറ്റുള്ളവരുടെ നെഗറ്റീവ് ചിന്താഗതികൾ നമ്മളെ ബാധിക്കും. അപ്പം അങ്ങനെയുള്ളവർ ഈ വേൽ മുരുക, വെട്രി വേൽ മുരുക ഈ മന്ത്രം ജപിച്ചാൽ മതി. കാരണം മുരുകൻ്റെ വേൽ എന്ന് വെച്ചാൽ അത്ഭുത ശക്തിയുള്ളതാണ്. മുരുകൻ്റെ വേലിന്, ആ വേലിൻ്റെ മുന്നിൽ തീരാത്ത പ്രശ്നങ്ങളില്ല. അത് മുരുകൻ്റെ ആയുധമാണ്. ആ വേലിന് മുന്നിൽ ആ വേലെന്ന് പറഞ്ഞാൽ അറിയാലോ, ആ വേലിന് മുന്നിൽ കീഴടങ്ങാത്ത ഒരു ശക്തിയും ഈ പ്രപഞ്ചത്തിലില്ല. അത് അത്ഭുതകരമായ ഒരു മന്ത്രമാണ്. അതുപോലെ ഇത് നിത്യേന നിങ്ങളിങ്ങനെ ചെയ്തു പോന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ഇടയ്ക്ക് മുരുകക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭഗവാന് പഞ്ചാമൃത അഭിഷേകമോ പിന്നെ ഭഗവാൻ ഇഷ്ട നിവേദ്യങ്ങളോ ഒക്കെ ഏതെങ്കിലും ചൊവ്വാഴ്ചയോ ഞായറാഴ്ചയോ പറ്റുന്ന പോലെ ചെയ്യണം. ഇത് നിങ്ങൾ ജപിക്കുന്നതോടൊപ്പം. അപ്പോഴാണ് ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും ഉണ്ടാകുന്നത്. ഭഗവാനെ നിങ്ങൾ വിശ്വസിക്കണം. അതുപോലെ കേസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പെടാതിരിക്കാനോ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വിടുതലുണ്ടാകാനോ ഉപകരിക്കും. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി ഉണ്ടാകാൻ, വീടില്ലാത്തവർക്ക് വീടുണ്ടാകാൻ, പിന്നെ സാമ്പത്തികമായ അഭിവൃദ്ധി ഇല്ലാത്തവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ, സമ്പത്തും ഭാഗ്യവും നിങ്ങളെ തേടി വരും. അല്ലെങ്കിൽ ഒരു പെരുമഴ പോലെ ഭഗവാൻ നൽകും. ഇതൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ വീട്ടിൽ വെറുതെ ഇരുന്നാൽ ഉണ്ടാകുമെന്നല്ല പറയുന്നത്. നമ്മൾ അധ്വാനിക്കുകയും കൂടെ ചെയ്യണം, പ്രയത്നിക്കുകയും കൂടെ ചെയ്യണം. എന്നിട്ട് ഭഗവാനെ കൂടെ വിളിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത്. വലിയ വലിയ ഐശ്വര്യങ്ങൾ തേടി വരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ചിലപ്പോൾ ഈ മുരുകനെ നിത്യമായിട്ട് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാനുള്ള അനുഗ്രഹങ്ങൾ വരെ ഭഗവാൻ നൽകും. അങ്ങനെ എത്രയോ ആളുകൾ സ്വന്തം നിലയിൽ തൊഴിൽ ചെയ്ത് വിജയിച്ചവരുണ്ടെന്നറിയോ? വലിയ സാമ്പത്തികം ഉണ്ടായിട്ടുള്ളവരെന്നറിയോ? പലരും ഒരു സ്ഥാപനത്തിൽ നിൽക്കുന്നു, അങ്ങനെ ആരുടെയെങ്കിലും കീഴിൽ നിന്ന് ജോലി ചെയ്യുന്നു. അപ്പം ഒരു തുച്ഛമായ ശമ്പളമോ കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. സ്വന്തമായിട്ടൊരു തൊഴിൽ, ഒരു ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ സാമ്പത്തിക സ്ഥിതി വലിയ നിലയിൽ മാറും, വലിയ രീതിയിൽ മാറും. അങ്ങനെ ഈ മുരുകനെ വിളിച്ച് എത്ര ആളുകൾ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നുണ്ടെന്നറിയാമോ? എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, ഞാൻ തന്നെ നോക്കി കൊടുത്തവരുണ്ട്. അപ്പോൾ അവരൊക്കെ വലിയ കഴിവുള്ളവരൊന്നും അല്ല. വലിയ കഴിവുള്ളവർക്ക് ചിലപ്പോൾ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാൻ നടക്കത്തില്ല. പക്ഷെ മുരുകൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കഴിവുണ്ടോ ഇല്ലയോ ഒന്നും വിഷയമല്ല. ഭഗവാൻ അവർക്ക് വലിയ ഐശ്വര്യങ്ങൾ കൊടുക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് രക്ഷപ്പെട്ട ആളുകളുണ്ട് കേട്ടോ. പണ്ട് മലപ്പുറത്തുനിന്ന് എന്നെ കാണാൻ ഒരു അമ്മ ഇവിടെ വന്നു. അപ്പോൾ അമ്മ മുരുകഭക്തയാണ്. അവർക്ക് വെറ്റില കൃഷിയും ഒക്കെ ചെറിയ രീതിയിലാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് മക്കളെയൊക്കെ പഠിപ്പിച്ചത്. ഇപ്പോഴും അമ്മ വീഡിയോ കാണുന്നുണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവർ മക്കളൊക്കെ ഇന്ന് ലണ്ടനിലാണ്. എല്ലാവരും നല്ല നിലയിലായി. എല്ലാം മുരുകൻ്റെ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ അവരെല്ലാം അതുപോലെ അമ്മ സ്വന്തമായിട്ട് കൃഷിയാണ്. അതിൽ നിന്നൊക്കെ അവർക്കത് നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഒക്കെ സാധിച്ചു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തരുന്ന ഒരാളുടെ ജീവിതം രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമായി പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ അധ്വാനിക്കുകയും കൂടെ വേണം. എന്നിട്ട് മുരുകനെ അതുപോലെ വിളിക്കണം. അപ്പോഴേ നമുക്കൊരു മേൽഗതി ഉണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങളുണ്ടാവും, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും. പറഞ്ഞു ഇതൊന്നും മടിയന്മാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. ഇതൊക്കെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുകയും എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരാ അധ്വാനിക്കുന്നതോടൊപ്പം നിങ്ങൾ മുരുകനെ കൂടെ വിളിച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു നല്ല രീതിയിൽ ഒരു സ്വന്തം തൊഴിൽ അല്ലെ വലിയ സാമ്പത്തികം സ്വന്തം നിലയിൽ ഉണ്ടാകാൻ ഉപകരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ശത്രുദോഷങ്ങൾ ബാധിക്കത്തില്ല എന്നുള്ളതാണ്. ആരൊക്കെ തകർന്നാലും നിങ്ങൾ തകരത്തില്ല. അതാ മുരുകൻ്റെ ശക്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നാൾക്ക് നാൾ അഭിവൃദ്ധി ഉണ്ടാകും. പിന്നെ മുരുകൻ ഒറ്റ കാര്യത്തിൽ നിർബന്ധമുള്ളൂ, നിങ്ങളുടെ മനസ്സിൽ സത്യം ഉണ്ടായിരിക്കണം, സത്യസന്ധത ഉണ്ടായിരിക്കണം. ബിസിനസ്സൊക്കെ ചെയ്യുന്നത് കൊള്ളാം, നമുക്ക് ആവശ്യത്തിന് ലാഭം വേണം. പക്ഷെ അമിതമായിട്ട് മറ്റുള്ളവരെ പറ്റിക്കുക അങ്ങനെ ആകരുത്. ഒരു നേരും നിറയും വേണം, ഒരു നേര് വേണം, ആവശ്യത്തിന് ലാഭം വേണം. ആ മുരുകൻ ആ സത്യസന്ധത വളരെ നിർബന്ധമാണ്. ആ ഒരു കാര്യത്തിൽ മാത്രം മുരുകന് നിർബന്ധമുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ ഒന്നും പോകരുത്. സത്യമുള്ള കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ചില കാര്യങ്ങൾ പാലിക്കണമെന്നുള്ളതാണ് മുരുകൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വലിയ സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകാൻ ഉപകരിക്കും. സകലവിധ കർമ്മദോഷങ്ങളും പെട്ടെന്ന് മാറുമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയും ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, അതിനു മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈശ്വര എല്ലാവർക്കും സർവേശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണേ. ഇപ്പോൾ ഈ വീഡിയോ
കേൾക്കുന്ന എല്ലാവർക്കും, അപ്പോൾ അങ്ങനെയല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, എല്ലാവർക്കും ആ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകണേ ഈശ്വര. ഒരു പ്രാർത്ഥന ആദ്യം ചെല്ലണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഇപ്പോഴാണ് ഓർത്തത്. അതുകൊണ്ടാണ് ഈ പലരും ഈ കാലൊടിഞ്ഞു അല്ലെ ചെറിയ ആക്സിഡൻറ്റിൽ പെട്ടു ഒക്കെ ഇരിക്കുന്ന പല ആളുകളുമുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ജീവിതത്തിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു തകർച്ച ഉണ്ടാകുന്ന വിചാരിച്ചു, ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടായി, അല്ലെങ്കിൽ കാലൊടിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചു, ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മാറ്റത്തിനുള്ള അവസരം വരും. അങ്ങനെ ഒരു രഹസ്യമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല മാറ്റത്തിനുള്ള അവസരം വരും. ഞാൻ പറയാൻ സത്യമായിട്ടാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ ആ നിരാശ ഒരിക്കലും പാടില്ല. നിരാശ ഉണ്ടെങ്കിൽ ആ മാറ്റം വരാൻ താമസിക്കും. അതല്ല, നിങ്ങൾക്ക് ഇത്രേ പറ്റിയുള്ളല്ലോ ഈശ്വര എന്ന് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പുതിയ മാറ്റത്തിനുള്ള ഏതെങ്കിലും കാര്യം വരും. കാരണം എനിക്കങ്ങനെ ഒരുപാട് കേസ് കെട്ടുകൾ അറിയാം. ഇപ്പം കാലൊടിഞ്ഞു, അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ മണ്ടയ്ക്കെന്നൊക്കെ വീണു, അത് കഴിഞ്ഞ് പിന്നെ പുതിയതായിട്ട് ഇപ്പം വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാനോ ഒക്കെ അവസരം കിട്ടി ജീവിതം മാറി ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ എന്തോ ഒരു തകർച്ചയുണ്ടായാൽ അത് വിഷമിച്ച് പോയാൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ തടസ്സം ഉണ്ടാകും. നിരാശ മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ വലിയ പാടാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈശ്വരൻ എനിക്ക് ഇത്രേ പറ്റിയുള്ളൂ എന്ന് ഈശ്വരനെ വിളിച്ച് നിങ്ങളിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പുതിയ മാറ്റത്തിനുള്ള ഒരു കാര്യങ്ങൾ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ജീവിതത്തിൽ നല്ല രീതിയിൽ സംഭവിക്കും എന്നുള്ളതാണ് എനിക്ക് അങ്ങനെയുള്ളവരോട് പറയാം. നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഈശ്വരനോട് പറയുക, എനിക്ക് ഇത്രേ പറ്റിയുള്ളല്ലോ ഈശ്വര എന്ന് പറഞ്ഞിരുന്നാൽ പുതിയ മാറ്റത്തിനുള്ള കാര്യങ്ങൾ വരും, ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ചിലർക്ക് വീട് പണി നടന്നു കഴിയുമ്പോൾ ഒരു മാറ്റം വരാറുണ്ട്. ചിലർക്ക് കല്യാണം നടന്നു കഴിയുമ്പോൾ നല്ലൊരു മാറ്റം വരാറുണ്ട്. അങ്ങനെ ചിലർക്ക് ചില ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ ഒരു മാറ്റം ഉണ്ടാകാറുണ്ട്. ചിലർക്ക് കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോൾ ഒരു മാറ്റം ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ചില കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരും. അപ്പോൾ എന്ത് മാറ്റങ്ങൾ വന്നാലും അപ്പോഴൊക്കെ നിങ്ങൾ ഈശ്വരനോട് നന്ദി പറയുക. അത് വലിയ വലിയ മാറ്റങ്ങളിലേക്ക് പോകാൻ വേണ്ടി ഉപകരിക്കുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ മാറി വലിയ വലിയ മാറ്റങ്ങളിലേക്ക് പോകാൻ ഉപകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാത്തിനും ഈശ്വരനോട് നന്ദി പറയും. ഇന്നലെ ഇപ്പം ഞാൻ അമ്പലപ്പുഴയിൽ പോയി. ഞാൻ ഒരു 11 മണി അല്ലേ തൊട്ട് ആ സമയം തൊട്ട് അവിടെ നിൽക്കുകയാണ്. 1:30 വരെ അവിടെ ആ ക്യൂ നിന്നു. 1:30 ആയപ്പം പലരും അപ്പുറത്തൂടൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവർ ബുക്ക് ചെയ്തതാണെന്നാണ് പറയുന്നത്, ആയിരിക്കാം. പക്ഷേ എങ്കിലും ഇടയ്ക്കൂടെ കയറി ഓരോരുത്തരും മേടിക്കുന്നുണ്ട്. നമ്മൾ 11 മണി തൊട്ട് 1:30 വരെ ആ ക്യൂവിൽ നിൽക്കുന്നവർ ചിലപ്പോൾ സാമർഥ്യം ഇല്ലാത്തവരായിരിക്കും. നമ്മൾ ഈ ഇടയ്ക്കൂടെ കയറി മേടിക്കുന്നവരുണ്ട്, നേരത്തെ ബുക്ക് ചെയ്ത് മേടിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ സമയത്തിനും അത്രയും സമയം നമ്മളൊന്ന് ലാസ്റ്റ് ഇല്ലയെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളവിടെ ഒന്നും അല്ലാതാകുകയാണ്. ഇടയ്ക്കൊന്നൊക്കെ കയറി മേടിക്കുന്നവർ മിടുക്കന്മാരും നമ്മൾ മണ്ടന്മാരാകുകയാണ്. അപ്പോൾ അതൊരു നേര് ഇല്ലാത്തതായിട്ട് എനിക്ക് അതിൻ്റെ അത് തോന്നി. ഇപ്പോൾ ഒന്നുകിൽ രാവിലെ ആ പായസം ഇത്ര ലിറ്ററല്ലേ കാണത്തുള്ളൂ, അപ്പോൾ അത് ബുക്കിംഗ് ഉണ്ടെങ്കിൽ എത്ര ലിറ്റർ ബുക്കിംഗ് പോയെന്ന് അറിയാം, ബാക്കി ഇത്ര ലിറ്ററേ ഉള്ളൂ എന്ന് വേണേൽ അവിടെ ഒരു ചെറുതായിട്ട് ഇപ്പോൾ ഈ ഇത് കിട്ടുമല്ലോ ഇലക്ട്രോണിക്സിൻ്റെ, അതേ കാണിച്ചാൽ ഇത്ര കുപ്പി ഇനിയും ബാക്കിയുള്ളൂ, അത്രയും പേരെ ക്യൂ നിൽക്കത്തുള്ളൂ. ഇത് നമുക്കറിയത്തില്ല ബാക്കി എത്രയുണ്ടെന്ന്. 11 മണി തൊട്ട് നമ്മൾ 1:30 വരെ അവിടെ ക്യൂ നിൽക്കുകയാണ്. അപ്പോഴേ ഇടയ്ക്കൊന്ന് കയറി മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്, നേരത്തെ ബുക്ക് ചെയ്താന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. ഇതൊക്കെ നമുക്കറിയത്തില്ല ആരൊക്കെ. പക്ഷേ നമുക്ക് 1:30 വരെ നിൽക്കുന്നവർ മണ്ടന്മാരാകുകയാണ്. അല്ലെങ്കിൽ അവിടെ എഴുതി വെക്കണം ഇത്ര ലിറ്റർ ഇനിയും ബാക്കിയുള്ളൂ, അപ്പോൾ അത്രയും പേര് അവിടെ ക്യൂ നിൽക്കത്തുള്ളൂ. ബുക്കിംഗ് കൊടുക്കുന്നവർക്ക് കൊടുത്തു. ഇപ്പോൾ ചിലർ ബുക്കിംഗ് അല്ല, പിന്നെ എല്ലാവർക്കും രാവിലെ ബുക്കിങ്ങിനുള്ള അവസരം ഉണ്ടാക്കണം. അപ്പോൾ അതിനെനിക്കൊരു നേരില്ലായ്മ തോന്നി. കാരണം ഞാൻ 11 മണി തൊട്ട് 1:30 വരെ അവിടെ ക്യൂ നിന്ന് കഴിഞ്ഞു. ആരൊക്കെ അപ്പുറത്തൂടെയും ഇപ്പുറത്തൂടെയൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ചിലർ ബുക്ക് ചെയ്തവരായിരിക്കാം, പിന്നെ ഇടയിൽ കൂടെ കയറി മേടിക്കുന്നവരുണ്ട്. ഇടയിൽ കൂടെ ഒരു 10-35 പേര് പോയി, അവരും ഇടയ്ക്ക് മേടിച്ചുകൊണ്ട് പോയി. അവർ നേരത്തെ ബുക്ക് ചെയ്താൽ ഇന്നലെ വരാൻ പറ്റാഞ്ഞാന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ആരൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്കറിയില്ല, ശരിയായിരിക്കാം തെറ്റായിരിക്കാം. പക്ഷേ അവിടെ ബാക്കി ഇത്ര ലിറ്ററേ ഉള്ളെന്നൊരു എഴുതി വെച്ച് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യൂ നിൽക്കുകയില്ല. നമ്മൾ ആ സമയത്തിന് വീട്ടിൽ പോരും. നമുക്കും പല കാര്യങ്ങളുള്ളതല്ലേ, സമയത്തിന് എല്ലാവർക്കും വിലയുള്ളതല്ലേ. അപ്പോൾ അതിലെനിക്കൊരു നേരില്ലായ്മ തോന്നി. എല്ലാത്തിനും ഒരു സത്യം വേണം. നമ്മുടെ സമയത്തിനും വിലയുണ്ട്. ഇല്ല, നമുക്കത് വിഷമമൊന്നുമില്ല. നിങ്ങൾ കറക്റ്റായിട്ട് അവിടെ എഴുതി വെക്കുക, ഇത്ര ലിറ്ററേ ബാക്കിയുള്ളൂ, ഇത്ര പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ, ഇത്ര പേരെ അവിടെ നിൽക്കത്തുള്ളൂ, ബാക്കിയുള്ളവർ വീട്ടിൽ പോരും, അല്ലെങ്കിൽ അവിടെ ഭഗവാന്റെ അവിടെ തിരിക്കും. അത് അവരവരുടെ ഇഷ്ടം. അപ്പോൾ ഇത് അവസാനം നിന്ന് കഴിയുമ്പോൾ ഒന്നുമല്ലാതെ പെട്ടെന്ന് പറയാൻ എളുപ്പം ഇത്രയേ ഉള്ളെന്ന്. അപ്പോൾ അതെനിക്കതൊരു നേരില്ലായ്മ തോന്നി അതിൻ്റെ അകത്ത്. ഏതായാലും എന്തുവാകട്ടെ,
അപ്പോൾ അവിടെ എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല കേട്ടോ. അത് ഞാൻ ആ ഈശ്വര എന്ന് വിളിച്ച അത്രേ ഉള്ളൂ. പക്ഷേ ഇതിനെല്ലാം ഒരു നീതിയുണ്ട്, ഒരു സത്യമുണ്ട്. ഇതിനെല്ലാം നമ്മൾ നിന്ന സമയത്തിനും ഒരു സത്യമുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ അവിടെ ഇത്ര ലിറ്റർ ഉള്ളെന്ന് അവിടെ ഒരു അറിയിപ്പ് തന്നാൽ നമ്മൾ 11 മണി തൊട്ട് അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ ഒരു ദിവസം ഇത്ര ലിറ്റർ മിക്കവാറും ഉണ്ടാക്കത്തുള്ളൂ, അതറിയാമല്ലോ. അപ്പോൾ ഇത്ര ബുക്കിംഗ് വന്നാൽ ബാക്കി ഇത്ര കാണുമെന്ന് അറിയാമല്ലോ. അതിന് മുന്നേ ഒരു അറിയിപ്പ് കൊടുത്താൽ അത്രയും എൻ്റെ പുറകിൽ ഒരുപാട് ക്യൂ ഉണ്ടായിരുന്നു. അത്രയും പേര് നമ്മൾ ആ 1 മണി വരെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രതീക്ഷ നിൽക്കുന്നതാണ്. അതിനൊക്കെ ഒരു സത്യമുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് തോന്നി. പക്ഷേ എങ്കിലും ഞാൻ ഈശ്വരാന്ന് വിളിച്ചു. എനിക്ക് ആരോടും പരിഭവമില്ല, പിണക്കമില്ല. പക്ഷേ എങ്കിലും എല്ലാത്തിനും ഒരു സത്യം വേണം, സത്യം എല്ലാത്തിനും ഉണ്ടായിരിക്കണം. ഞാനെന്നല്ല, എല്ലാവരുടെ സമയത്തിന് വിലയുണ്ട്. ഇപ്പോൾ ഈശ്വരൻ തന്നെ കാണുന്നു, ഈശ്വരനെല്ലാം മാറ്റങ്ങളും കൊണ്ടുവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇന്നലത്തെ എൻ്റെ ദിവസം മുഴുവൻ പോയി. അങ്ങനെ വെറുതെ പോയതിലല്ല. എന്നെപ്പോലെ എത്ര പേര് അങ്ങനെ ഉച്ചവരെ ക്യൂ നിന്നിട്ട് അവസാനം ഒന്നുമില്ലാതെ പോകുന്നവരുണ്ട്. അതൊരു സത്യത്തിൻ്റെ ഒരു നേരില്ലായ്മയുടെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് പറഞ്ഞു. അല്ലെ നേരത്തെ അതിന് പറയാൻ ഇത്ര ലിറ്ററേ ഉള്ളൂ, അല്ലെ എല്ലാവർക്കും ബുക്ക് ചെയ്യാനുള്ള അവസരം കൊടുക്കണം, രാവിലെ വരുന്നവർക്കെല്ലാം ബുക്ക് ചെയ്യാനുള്ള അവസരം കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു നേരായിട്ട് എനിക്ക് തോന്നി. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. എല്ലാം ആ ഈശ്വരൻ തീരുമാനം എടുക്കട്ടെ. എല്ലാത്തിലും മാറ്റം വരുമല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ മാറ്റം വരണം. അപ്പോഴല്ലേ ജീവിതത്തിൽ ആ ഒരു മാറ്റങ്ങൾ ഉണ്ടാകണമല്ലോ. അപ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ ഒരു അനുഭവം പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും ഞാൻ ചില വിഷയത്തിലേക്ക് വരികയാണ്. അതായത് ഈ വയസ്സുകൾ, നമുക്കെല്ലാവർക്കും എല്ലാ വയസ്സുകളും പ്രയോജനപ്പെടുത്താൻ പറ്റത്തില്ല. എങ്കിലും സാമാന്യമായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന ചില വയസ്സുകളുണ്ട്. അങ്ങനെ അതിപ്പം പൊതുവായിട്ട് പറയുന്നതാണ് 23-ാമത്തെ വയസ്സ്. 23-ാമത്തെ വയസ്സ് മുഴുവനല്ലേ പോലും ചില മാസങ്ങളല്ലേ ചില ടൈമിങ്ങുകളെങ്കിലും നമുക്ക് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റിയൊരു സമയം തന്നെയാണ്. അങ്ങനെയാണ് 27-ാമത്തെ വയസ്സും ഒരു മാറ്റങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന സമയം പൊതുവായിട്ട് പറയുന്നത് കേട്ടോ. ഈ മൊത്തം ആ സമയം നല്ല അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ 30-ാമത്തെ വയസ്സ്, 35-ാമത്തെ വയസ്സ്, 39-ാമത്തെ വയസ്സ്, 42, 44, 49, 51, 54, 59, 63 ഈ വയസ്സുകളൊക്കെ ഒരു പൊതുവായിട്ട് പറഞ്ഞാൽ സാമാന്യ ഏതൊരു വ്യക്തിക്കും ചില മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നൊരു സമയമാണ്. ഈ വയസ്സുകൾ നിങ്ങളത് പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചാൽ കുറച്ചൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഒരാൾക്കൊരു വീട് വെക്കുന്നു, പ്രധാനമായിട്ടും 30 അല്ലെ 34 അല്ലെ 35 ഈ ടൈമിങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ചില സമയങ്ങളാണ്. പിന്നല്ലേ 42 നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന ഒരു സമയം, 42, 43 ആ ടൈമുകൾ. പിന്നല്ലേ 44, 45 ഇങ്ങനെ ചില വയസ്സുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മാറ്റം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ചില സമയങ്ങളാണ്. നമ്മളിലൂടെ പരിശ്രമിച്ചാൽ ചിലപ്പോൾ ആ സമയങ്ങളിൽ ഒരു മാറ്റം സൃഷ്ടിക്കാൻ പറ്റും. ഇത് പൊതുവായിട്ട് പറയുന്നതാണ്. ഇങ്ങനെ വയസ്സുകളിൽ ചില കാര്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഇപ്പോൾ ഏതൊരു വ്യക്തിയുടെ ആണെങ്കിലും ആ ജനിച്ച തീയതി അനുസരിച്ച് ഇപ്പോൾ 1, 10, 19, 28 ഈ തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ മാസം ഏതും വിഷയമല്ല, അവർ 1 ജന്മസംഖ്യ ഉള്ളവരായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് 16-ാമത്തെ വയസ്സ് പൊതുവായിട്ടാണ് പറയുന്നത്. സംഖ്യാജ്യോതിഷം അനുസരിച്ച് 16-ാമത്തെ വയസ്സ്, 25-ാമത്തെ വയസ്സ്, 34-ാമത്തെ വയസ്സ്, 43-ാമത്തെ വയസ്സ്, 52-ാമത്തെ വയസ്സ് ശ്രദ്ധിക്കേണ്ട വയസ്സുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കാര്യവും കുറച്ച് ശ്രദ്ധയോടുകൂടി ചെയ്യണം ആ വയസ്സുകളിൽ. അപ്പോൾ നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റും. ശ്രദ്ധിക്കണം വെച്ചാൽ വലിയ ദോഷങ്ങളൊന്നുമല്ല, ശ്രദ്ധിക്കേണ്ട പല തെറ്റുകുറ്റങ്ങളും പല അബദ്ധങ്ങളും അല്ലെങ്കിൽ പല പ്രതിസന്ധികളും ഒക്കെ ഈ വയസ്സുകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിർബന്ധമില്ല, ഇത് പൊതുവായിട്ട് പറയാനാണ്. അപ്പോൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനിയും 2, 11, 20, 29 ഈ വയസ്സുകളിൽ ജനിച്ചവരെല്ലാം 2 ജന്മസംഖ്യ ആയിട്ടുള്ളവരാണ്. മാസം ഏതാണെങ്കിലും കുഴപ്പമില്ല. അവർ 17, 22, 26, 35, 44, 53 ഈ വയസ്സുകൾ ശ്രദ്ധിക്കേണ്ട വയസ്സുകളാണ്. ഈ വയസ്സുകളിൽ എടുക്കുന്ന ഏതൊരു തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ശ്രദ്ധയോടുകൂടി ഈശ്വരാധീനത്തോടുകൂടി ചെയ്താൽ ആ സമയം നേട്ടം ഉണ്ടാക്കാൻ പറ്റും, ഒരു സംശയവും വേണ്ട. 3, 12, 21, 30 ഈ തീയതികളിൽ ജനിച്ചവരെല്ലാം 3 ജന്മസംഖ്യ ആയിട്ടുള്ളവരാണ്. ഇവർ 20, 25, 29, 34, 49, 58 ഈ വയസ്സുകളിൽ ഏതൊരു കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ആ സമയം
നേട്ടം ഉണ്ടാക്കാൻ പറ്റും, അല്ലെ പല പ്രതികൂലതകളും ഈ വയസ്സുകളിൽ കടന്നുകൂടാനുള്ള സാധ്യതകളുണ്ട്. 4, 13, 22, 31 ഈ തീയതികളിൽ ജനിച്ചവർ 16, 23, 25, 33, 43, 49 ഈ വയസ്സുകളിൽ ഏതൊരു കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ ചെയ്താൽ ആ വയസ്സുകളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അല്ലെ കുറെ പ്രതികൂലതകൾ ചിലപ്പോൾ ഉണ്ടാകാനുള്ള നേരിയ സാധ്യതകളുമുണ്ട്. ഇതെല്ലാം സാമാന്യ ഫലങ്ങളാണ്, നിർബന്ധമില്ല. ചില സാധ്യതകൾ മാത്രമാണ് പറയുന്നത്, പൊതുവായിട്ട് പറയുന്നതാണ്. സംഖ്യാജ്യോതിഷ പ്രകാരം അവനവൻ ജനിച്ച ഡേറ്റും സമയവും ഒക്കെ അനുസരിച്ച് ഇതിലെല്ലാം വ്യത്യാസം വരും. സാമാന്യമായിട്ട് പറയുന്ന 5, 14, 23 ഈ തീയതികളിൽ ജനിച്ചവർ 17, 18 വയസ്സുകൾ, 26, 27 വയസ്സുകൾ, 33, 34, 35 വയസ്സുകൾ, 43, 44 വയസ്സുകൾ, 52, 53 വയസ്സുകൾ ഏതൊരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന നല്ലതാണ്, ശ്രദ്ധിക്കുക നല്ലതാണ്. പക്ഷെ നല്ല രീതിയിൽ ആ വയസ്സുകൾ ശ്രദ്ധയോടുകൂടി ചെയ്താൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനും പറ്റും. 6, 15, 24 ഈ തീയതികളിൽ ജനിച്ചവർ 17, 25, 26, 33, 34, 44, 52, 53 ഈ വയസ്സുകൾ ഏതൊരു കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത് വളരെ നല്ലതാണ്. ശ്രദ്ധയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ വയസ്സുകളൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാനും പറ്റും. 7, 16, 25 ഈ തീയതികളിൽ ജനിച്ചവർ 17, 25, 28, 17, 25, 25 അല്ല, ശരിക്കും 17, 26 കേട്ടോ. 17 വയസ്സ്, 26ാമത്തെ വയസ്സ്, 28, 33, 37, 44, 48, 53 ഈ വയസ്സുകൾ ഏതൊരു വ്യക്തി ശ്രദ്ധയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് കേട്ടോ. നന്നായിരിക്കും. ശ്രദ്ധിച്ചില്ലെങ്കിൽ പല പ്രതികൂലതകളും ഈ വയസ്സുകളിൽ കടന്നുകൂടാമെന്നുള്ളതാണ്. 8, 17, 26 ഈ തീയതികളിൽ ജനിച്ചവർ 22, 31, 39, 40, 49, 58 ഈ വയസ്സുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഏതൊരു കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. ശ്രദ്ധയോടുകൂടി ചെയ്താൽ ആ വയസ്സുകൾ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അല്ലെ കുറേ പ്രതികൂലതകൾ, തടസ്സങ്ങൾ ഒക്കെ കടന്നു വരാൻ സാധ്യതയുള്ള ചില വയസ്സുകളാണ്. 9, 18, 27 ഈ തീയതികളിൽ ജനിച്ചവർ ഇതെല്ലാം മാസം ഇവിടെ വിഷയമല്ല കേട്ടോ, തീയതികൾ നോക്കിയാൽ മതി. പറഞ്ഞതെല്ലാം 9, 18, 27 ഈ തീയതികളിൽ ജനിച്ചവർ 17, 18 വയസ്സുകൾ. അതിൽ 17, 18 എന്ന് പറഞ്ഞാൽ 18 ശരിക്കും 17ാമത്തെ വയസ്സ്, 24ാമത്തെ വയസ്സ്, 25ാമത്തെ വയസ്സ്, 26ാമത്തെ വയസ്സ്, 35, 34, 35, 40, 44, 49, 53 ഈ വയസ്സുകൾ ഏതൊരു കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത് നന്നായിരിക്കും. ശ്രദ്ധയോടുകൂടി ചെയ്താൽ ആ വയസ്സുകൾ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് സാമാന്യമായിട്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും, ഒരു കാഴ്ചപ്പാടുണ്ടാകും. ചില ഒരു നിങ്ങൾക്ക് തന്നെ നല്ല രീതിയിൽ ഒരു ജീവിതത്തിൽ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ചില ഒരു അറിവുകളാണ് ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ.